ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. എൻ്റെ ഇളയ മകൾ താര അടൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഇത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ചക്ക വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് കറികൾ ഉണ്ടാക്കും. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കാം. എന്താ ചെയ്യാൻ ഞങ്ങൾ ചക്ക വെച്ചിട്ടേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ ചക്കപ്പഴം മാത്രം എടുക്കും, പിന്നെ ചക്കക്കുരു എടുത്തിട്ട് കറി വെക്കും, അല്ലെങ്കിൽ പുഴുങ്ങി തിന്നോടുന്നുണ്ട്. അത് തന്നെ മതി. പണ്ട് എനിക്കൊരു ഇതിന് ഒറ്റ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കക്കുരു ഇല്ലേ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ചക്കക്കുരു പുഴുങ്ങിയത് ഒരു അമ്മമ്മ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിന് 5 പൈസ ഉണ്ടായത്. അപ്പോൾ ആ തൊണ്ട് കളഞ്ഞിട്ട് അങ്ങ് കഴിക്കുമെന്നാണ് ഉപ്പൊക്കെ ഇട്ടാ പുഴുങ്ങണത്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഓർമ്മ അങ്ങനെ വന്ന് അങ്ങനെ ഈ ചക്ക കണ്ടപ്പോൾ അതൊരു ഓർമ്മ വന്നിരിക്കുന്നതാണ്. അമ്മച്ചമ്മ ചക്ക വെച്ച് എന്തൊക്കെ ചെയ്യണം? അമ്മച്ചമ്മ നമ്മുടെ കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ പഴുത്തതൊക്കെ ആണെങ്കിൽ ചക്കാട ഉണ്ടാക്കും, ചക്കപ്പൊരി ഉണ്ടാക്കും, പൂട്ടിൽ കുഴച്ച് തിന്നും. ഇങ്ങനെ പഴുത്തതൊക്കെ പല വിധത്തിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പണ്ടേ അമ്മച്ചിക്ക് വീട് തീർപ്പുണ്ടായല്ല ചെറുപ്പത്തിലെ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അപ്പോൾ ഞങ്ങൾ വീട് തീർത്തിട്ട് വീട് കൊണ്ട് വിൽക്കും ഞങ്ങൾ മക്കളൊക്കെ. അപ്പോൾ നമുക്ക് ചെറിയ പൈസയൊക്കെ അമ്മച്ചി തരുമ്പോൾ ഞങ്ങൾ മേടിക്കുന്ന ഒരു സാധനമാണ് ചക്ക. ഇതുപോലത്തെ ചക്ക ഒന്നും വലിയ ചക്ക മേടിച്ചിട്ട് ഞങ്ങളൊരു 3-4 കിലോമീറ്റർ ഈ തലയിലും അല്ലെങ്കിൽ ചെറിയ ഒരു ഇതുണ്ടല്ലോ മറ്റേ സിമെൻറ്റ് ബാഗിലൊക്കെ ചുവന്നുണ്ട് വരും ചക്ക. അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അത് മുറിച്ച് അല്ലേ അമ്മച്ചി? എല്ലാവരും കൂടി അത് പൊളിച്ച് തിന്നതിന് ശേഷം ഞങ്ങൾക്ക് 5-10 ആടുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ മനുഷ്യനായി ഞങ്ങൾക്കും തീറ്റയായി ആടിനും തീറ്റയായി. അത് നല്ലൊരു അവസരമായിരുന്നു. ചക്കപ്പഴം ഞങ്ങളെടുക്കും, പൊല്ലിയും കാര്യങ്ങളൊക്കെ ആടിന് കൊടുക്കും. അപ്പോൾ എന്താണ് ഈ ആടിന് നല്ലപോലെ പാലും ഉണ്ടാവും. അപ്പോൾ ചക്കപ്പള്ളി ആടുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, വളരെയേറെ കാര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശരി. അപ്പോൾ ഞങ്ങൾ ചക്ക ഒന്ന് മുറിച്ച് നോക്കാൻ വേണ്ടി പോണേണ്ട. ചക്ക മുറിച്ചാലോ നമുക്ക്? ഏത് ചക്ക പഴുത്തത്? ഇന്ത്യയിൽ പഴുത്ത മണം ഉണ്ടോന്നൊക്കെ. ഇത് പഴുത്തിട്ടില്ല. ഇത് അമ്മങ്ങണ്ട്, ഇത് പഴുത്തിട്ടുണ്ട്. വേണ്ട 4ാമത്തെ പേർക്ക്. അപ്പൊ ഞങ്ങള് ചക്ക മുറിച്ച് നോക്കാൻ വേണ്ടി പോണേ. 2 പച്ചയുണ്ട. ഇത് നീ എന്ത് കറി വെക്കുവോ? ചക്ക വേവിക്കും. അത് ഞങ്ങള് ഇപ്പൊ മുറിച്ച് നോക്കാൻ പോണേണ്ട. മുറിച്ചാലോ നമുക്ക്? മുറിച്ചാലോ നമുക്ക് 3ആയിട്ട് വായിക്കണം. കൊടുക്കണം. തെക്ക വീട്ടിലും കൊടുക്കണം, വടക്ക വീട്ടിലും നമുക്ക് 3ആയിട്ട് വായിക്കും. ഞങ്ങള് 3 വീടുണ്ട്. എന്റെ സാധനം മേടിച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ മുറിച്ചിട്ട് കാണാം നമുക്ക്. ചക്ക മുറി ചകന മുറി പഴുത്ത നോക്കണേ. ചക്ക മുറി മൂന്ന് മുറിക്ക് എന്നിട്ട് 3ആയിട്ട് വായിച്ച 3 സ്ഥലത്തോട് കൊണ്ടുപോകും. 3 മുറിക്കാൻ അത് പച്ചനെ വെളിച്ചെണ്ണ ഇല്ല, അവർ കറിവെക്കട്ടെ ചീഞ്ഞ് പോയ ആൾക്കില്ലാതെ പോകും. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിൻ്റെ പശയൊക്കെ കയ്യിലെ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഈ പശയ്ക്ക് എന്താ പറയാ ഇവിടെ? ഇവിടെ ചക്കപ്പശ. പണ്ട് ചക്കപ്പശ വെച്ചിട്ടേ കത്തില് ഞങ്ങളുടെ പറമ്പിൽ മാടത്തവര് വന്ന് പുല്ലുമ്പോ ഇങ്ങനെ പശ തേച്ചു കൊടുക്കും. മാടത്തവര് വന്നിട്ട് അത് ചുണ്ടും കൈയും കാലൊക്കെ ചെറിയ കൊട്ടും, ഓടിപ്പോയി പിടിക്കും. ഞങ്ങൾ പറഞ്ഞ ചക്കാരക്ക് എന്നാ പറയുന്നത്. ചക്കാരക്ക് കട്ടിലും പറഞ്ഞ ഞങ്ങൾ ചക്കാരക്ക് എന്നല്ല പറഞ്ഞ നമ്മള് എന്തരക്കെന്ന് പറയണ പീരരക്കെന്നല്ല പറയണ. പിന്നെ ചക്കപ്പശ അപ്പൊ കത്തിയിലോ പറഞ്ഞ പെട്ടണേണ്ട കൈ മുറിയോ? ആഹാ, നല്ല പഴുത്തേക്കേട്ടാ. നിങ്ങളെങ്ങനെ ചക്ക ഓടുന്നത് എങ്ങനെയാണ്? ഞങ്ങള് പച്ചച്ചക്ക ആണെങ്കിലേ ഇങ്ങനെ ചെത്തും. ചെത്തിയെടുക്കുമോ? ചെത്തിട്ട് ഇങ്ങനെ ചുളയെടുക്കും. സംസാരിച്ചു അങ്ങനെ ഇതിന്റെ ഇതില്ലേ തോലില്ലേ അതിങ്ങനെ ചെത്തി എടുക്കും. എന്നിട്ട് ചുള ഇങ്ങനെ ഇളക്കി എടുക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇത് കിട്ടും. എന്താണ് അതിന് പറയുന്നതിന് സാധനം ഉണ്ടല്ലോ, അല്ല ചക്ക മടലില്ലേ? അത് 2ആയിട്ട് മറിച്ചാൽ 2 കൊടുക്കാം. ഇത്തിരി മോശം ചക്കയാണ് സൈഡില്. ഓക്കെ, പഴുത്തിട്ടുണ്ട്. ചക്കക്കുരു വേണ്ടേ? ചക്കക്കുരു വേണം. എന്തിനാ ചക്കക്കുരു? നമുക്ക് തോരൻ ഉണ്ടാക്കാം, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഉള്ളിലാജിന്റെ വിളി ഒരു കൊല്ലം വലിയ കൊല്ലം കടുക്കൊടു ഒരു കൊല്ലം അപ്പുറത്തോട്ടും കൊടുക്കും. ചൊളയിട്ട് കൊടുക്കണ്ട. അയ്യോ ചേട്ടന് ഡ്രസ്സിലായി. ചൊളയിട്ട് കൊടുക്കണ്ട. ചൊളയിട്ട് കൊടുക്കണ്ട. ചിലപ്പോൾ എടുത്തു കഴിയുമ്പോൾ അവർക്ക് പിടിക്കാതെ വരും.
അങ്ങനത്തെ അത് അങ്ങനെ രാജ്യം കൊടുത്തു പുള്ളിയുടെ ഞങ്ങളില്ലേ ചക്ക വെട്ടുമ്പോഴില്ലേ അരക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം വട്ടയില വെച്ചിട്ടുണ്ട്. വട്ടയില അറിയില്ലേ, റൗണ്ടിലിരിക്കുന്ന ആ അതന്നെ. അപ്പൊ അത് വെച്ചിട്ട് തുടയ്ക്കും. നമുക്ക് ചക്കപ്പഴം ഒന്ന് കഴിച്ചു നോക്കിയല്ല, ഇങ്ങനെ ഞങ്ങൾ എടുക്കണത്. അപ്പൊ ചക്കയൊക്കെ മാറ്റാൻ എന്ത് ചെയ്യും? രാജ്യങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ കാണട്ടെ. ചക്ക അരക്ക് മാറ്റണം. അരക്ക് അത് പശ. ഇത് ചക്കപ്പഴം. ചക്കപ്പഴം നല്ലതാണ് ഇത്, നല്ല പൂത്തേക്കില്ല. ചക്ക അരക്കില്ല, കഴിച്ചു. നല്ല മധുരം ഉണ്ട് അല്ലേ? തേൻ മധുരം. കള്ളച്ചിരി. കൂഴച്ചക്കയാണെന്ന് തോന്നുന്നു. കൂഴല്ല, വലിക്കല നോക്കിയത്. വലിക്ക ചക്ക നോക്കിയ പച്ച മുറിക്കണോ? മൂന്നായിട്ട് വായിച്ചല്ലേ ഇവിടെ ഇരുന്ന് ആക്കുമ്പോൾ ആരും ചെയ്യാമില്ല. പച്ച എന്ത് ചെയ്യുന്നേ? പച്ച നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ന് സമയം ഉണ്ടാവില്ല, ഇന്ന് നമ്മള് എങ്കിൽ നമുക്ക് നാളെ മുറിക്കാം. പച്ച നമുക്ക് നാളെ മുറിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടേ. പച്ചച്ചക്ക കേറുന്നില്ല കത്തി. പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് മറ്റേ ചേച്ചിയില്ലേ, നമ്മളെ മറ്റേ ചേച്ചി, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള. ഇതും പഴുത്തിട്ടുണ്ടല്ല, ചെനച്ചയൊക്കെ വേണ്ട. പഴുത്തൂല്ലേ? സൂപ്പർ ചക്ക. ആഹാ, ചെറുത് മുറിച്ച് നോക്കിയാലോ? മുറിച്ചോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറുത് മുറിക്കാൻ വേണ്ട, മുറിക്കട്ടെ എം ജി? ഭയങ്കര ചെറിയൊക്കെ ഉണ്ട്. ഇതും ചെനിച്ചിട്ടുണ്ട്. ഇത് കറി വെക്കാൻ പറ്റും. ഇത് പഴുത്തിട്ടില്ല. ഇത് കറി വെക്കാല്ലേ? എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് തോരനല്ല, ചക്ക വേവിച്ചതുണ്ടാക്കാം, ചക്കക്കറി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചക്ക നല്ലതായിട്ട് പഴുത്തതുണ്ട്, ചെനച്ചതുണ്ട്, പിന്നെ നമുക്ക് പഴുക്കാത്തതും ഉണ്ട് കേട്ടോ. 3 ചക്കയും മുറിച്ച് 3 വീട്ടുകാർക്ക് കൊടുക്കും. ഞങ്ങളും കറിയും വെക്കും, കഴിക്കുകയും ചെയ്യും. ചക്കക്കുരു തോരനും ഉണ്ടാക്കും. നാളെ രാവിലെ കറി വെച്ചാൽ മതി, ചെലവുണ്ടാവുള്ളൂ കാലത്തെ ഭക്ഷണത്തിന്. അപ്പൊ അങ്ങോട്ട് പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.